കോട്ടയം ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിവിടെ. നേരത്തെ ചങ്ങനാശ്ശേരി വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജലം നൽകിയിരുന്നുവെങ്കിലും പിന്നീട് മുന്നറിയിപ്പില്ലാതെ നിഷേധിക്കുകയായിരുന്നു. ജില്ലാ അതിർത്തിയിൽ ആര് വെള്ളം നൽകും എന്നതാണ് ഇവിടുത്തെ പ്രധാന തർക്കം. ഒരു കാലത്ത് സമൃദ്ധമായി പൈപ്പ് വെള്ളം ലഭിച്ചിരുന്ന ഇവിടെ കുടിവെള്ളം ഇപ്പോൾ കിട്ടാതെയായി മാറിയിരിക്കുന്നു. അന്നു മുതൽ പല സമരങ്ങൾ നടന്നുവെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. 25 വർഷമായി തുടരുന്ന പ്രശ്നത്തിന് പരിഹാരം തേടി നാട്ടുകാർ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്കും MLAയ്ക്കും മുഖ്യമന്ത്രിക്കും നിവേദനങ്ങളും സമർപ്പിച്ചിട്ട് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. സമീപത്തെ തോടുകളിലെയും പാടശേഖരങ്ങളിലെയും മലിനജലം കുടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തുകാർക്ക്. തോടുകളിൽ നിറയുന്ന വെള്ളം പൈപ്പ് വഴി വീട്ടിലെത്തിച്ചാണ് വെള്ളം ശേഖരിക്കുന്നത്. കൃഷിക്കുപയോഗിക്കുന്ന കീടനാശിനികളുടെ വിഷാംശം തങ്ങൾ ഉപയോഗിക്കുന്ന ജലത്തിൽ ഉണ്ട് എന്നത് ഈ നാട്ടുകാരിൽ ഭീതി പടർത്തുന്നു. ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും അടക്കം പല സ്ഥലങ്ങളിലും ശുദ്ധജലം ലഭിക്കുന്നില്ല. കോളിഫോം ബാക്ടീരിയയുടെ അളവ് കുത്തനെ കൂടിയതോടെ കിണർ ജലവും ഉപയോഗശൂന്യമായി മാറി. കാലപ്പഴക്കം കൊണ്ട് പഴയ പൈപ്പ് ലൈനുകളും ടാപ്പുകളും ഉപയോഗശൂന്യമായതോടെ നാട്ടുകാർക്ക് കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു. റെക്കോർഡ് മഴ പെയ്ത് പരിസരമാകെ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ കുടിക്കാൻ ശുദ്ധജലം ഒരിറ്റ് കിട്ടാനില്ല എന്നതാണ് കുമരങ്കരിക്കാരുടെ പ്രശ്നം. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം യു ഷൈജു, മീഡിയ 1, കോട്ടയം.